ഇനി അക്കൗണ്ടിങ്ങിലെ കോഡുകൾ നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോംസ് അർത്ഥമുള്ളൂ. ഡെറ്റർ എന്നാണ് ഒരു കോഡ്. ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിയ ആൾ. ആ കോഡ് ഉപയോഗിക്കുന്ന ഡെറ്റർ എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്താണ് ഈ ഡെറ്റർ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ വേണം, അവസാനത്തെ അക്ഷരം സ്മോൾ ലെറ്റർ വേണം. അപ്പം ഡെറ്ററിൻ്റെ DR എന്നുള്ള ഈ സിഗ്നൽ കണ്ടാൽ നമ്മൾ ചിന്തിച്ചോണം ആൾ കടം വാങ്ങിയ ആളാണെന്നാണ്. ഇനി അടുത്തത് ക്രെഡിറ്ററാണ്. ക്രെഡിറ്ററിൻ്റെ ആദ്യ അക്ഷരമായ സിയും അവസാനത്തെ അക്ഷരമായ ആറും കൂടെ ചേർത്താണ് CR എന്ന് വിടുന്നത്. CR എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ. ഇതിന് ഇങ്ങനെ ഒരു അടയാളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കണം അയാൾ കൊടുത്തയാളാണെന്ന്. അപ്പം വാങ്ങിയ ആളെ ഡെറ്റർ എന്ന് വിളിക്കും, കൊടുത്തയാളെ ക്രെഡിറ്റർ എന്ന് വിളിക്കും. അപ്പം ബിസിനസ്സിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. വാങ്ങുന്ന ആളാരാണോ അയാൾ ഡെറ്റർ, കൊടുക്കുന്ന ആളാരാണോ അയാൾ ക്രെഡിറ്റർ. ഇനി അടുത്തത് അക്കൗണ്ടാണ്. അക്കൗണ്ടിന് നമ്മൾ A/C എന്നാണ് ഉപയോഗിക്കുന്നത്. ചില കേസിൽ ഇങ്ങനെ A/C എന്ന് സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അക്കൗണ്ട്. ഇനി അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അക്കൗണ്ട്? ഒരു വ്യക്തിയുടെ വരവോ ചിലവോ നമ്മൾ എഴുതി വെക്കുന്നു. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ വ്യക്തിയിൽ ഏതൊക്കെ രീതിയിൽ അയാൾക്ക് പണം കയ്യിൽ വന്നു, ഏതൊക്കെ രീതിയിൽ അയാൾ പണം ചിലവാക്കി, ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു വിവരണമാണ്, കൃത്യമായിട്ടുള്ള മുഴുവൻ വിവരണത്തിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. A എന്ന ഒരു വ്യക്തി 1000 രൂപ Bക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ A 1000 രൂപ Bക്ക് കൊടുത്തു എന്ന് എഴുതുക എന്നാണ് കണക്ക് എഴുതേണ്ടത്. അതിന് പകരം അക്കൗണ്ടൻസിൽ നമ്മൾ ചെയ്യുന്നത് B വാങ്ങി, അതായത് റിസീവറാണ്. റിസീവറെ നമ്മൾ ഡെറ്റർ എന്ന് അഭിസംബോധന ചെയ്യുന്നു. A ആണ് കൊടുത്തത്, അപ്പോൾ ക്രെഡിറ്റർ എന്ന് സംബോധന ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ A ക്രെഡിറ്റ്, A കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ട് അങ്ങ് എഴുതും, അല്ലെങ്കിൽ ഈ വാക്കങ്ങ് എഴുതും CR എന്ന്. B കഴിഞ്ഞിട്ട് DR എന്നാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിച്ചോണം ഈ CR കാണുന്ന ആൾ കൊടുത്തതും BR കാണുന്ന ആൾ വാങ്ങിയതുമാണ്. ഇനി ഇപ്പോൾ ഒരു ജോയ് എന്നൊരാൾ റോയ് എന്നൊരാൾക്ക് 1000 രൂപ കൊടുത്തു. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്. ജോയ് ആരാണെന്ന് നമുക്കറിയണമെങ്കിൽ നമുക്കത് അക്കൗണ്ടിൽ ചേർക്കണം. അതിന് നമ്മൾ ജോയ് ആണ് കൊടുത്തത്, അപ്പം CR എന്നിട്ടോണം. റോയ് ആണ് വാങ്ങിയത്, അപ്പം DR എന്നിട്ടോണം. അപ്പോൾ ഇത് കാണുന്ന ഒരു അക്കൗണ്ടൻറ്റിന് ഇത് കാണുമ്പോൾ അറിയാം ആരാണ് വാങ്ങിയവൻ, ആരാണ് കൊടുത്തതെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഈ കേസിൽ ജോയ് കൊടുത്തു, റോയ് വാങ്ങി. അപ്പോൾ ജോയ് കൊടുത്തു എന്നുള്ളത് ഒരു എൻട്രി, റോയ് വാങ്ങി എന്നുള്ളത് വേറൊരു എൻട്രി. അപ്പോൾ ഈ 2 എൻട്രിയും കൂടെ കൂടുന്നത്, ഇതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് കൊടുത്തയാളുടെ പേരും വാങ്ങിയ ആളുടെ പേരും നമ്മൾ എഴുതുന്നതിന്, അയാൾ കൊടുത്തു വാങ്ങി എന്നുള്ളതിന് പകരം നമ്മൾ ഈ കോഡാണ് ചേർക്കുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും എന്നുള്ള കോഡ് ചേർക്കും. ഇനി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വരവ് ഒരു A എന്ന് പറയുക, A's അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aക്ക് ഏതെല്ലാം രീതിയിൽ പണം കിട്ടി. B's അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Bക്ക് ഏതെല്ലാം രീതിയിൽ പണം കിട്ടി. അതാണ് അക്കൗണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് അക്കൗണ്ടൻസിയുള്ളത്. അക്കൗണ്ടൻസിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന 3 കോഡുകളാണിത്. ഏതൊക്കെയാണ്? ഡെറ്റർ, ക്രെഡിറ്റർ, അക്കൗണ്ട്. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഡെറ്റർ, ക്രെഡിറ്റർ, അക്കൗണ്ട് എന്നൊക്കെ എഴുതുമ്പോൾ ഒത്തിരി സമയവും സ്ഥലമൊക്കെ എടുക്കും. ഇപ്പോൾ ഡെറ്റർ കാണുന്നുണ്ടെങ്കിൽ നല്ല 6 അക്ഷരം എഴുതണം. അതിന് വരെ നമ്മൾ ഈ 2 അക്ഷരത്തിൽ അത് കൊണ്ടുപോയി ഒതുക്കിയിരിക്കുകയാണ് ഡെറ്റർ. ഇനി ക്രെഡിറ്റർ ആണെങ്കിലും 8 അക്ഷരമുണ്ട്, അതിന് പകരം അവിടെ ഈ 2 അക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അക്കൗണ്ട് എന്നുള്ളതിന് 7 അക്ഷരമുണ്ട്, അതിന് A/C എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും എഴുതുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് നഷ്ടം വരും. ഇത്രയും സ്പേസ് നമുക്ക് നഷ്ടം വരും. അതിന് പകരം നമ്മൾ ഇത്രയും സ്പേസിൽ കാര്യങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മനസ്സിലായാലും. അപ്പോൾ ഇതിനാണ് ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. ആര് കൊടുത്തു, ആര് വാങ്ങി, അല്ലെങ്കിൽ ഡെറ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ്. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഡെറ്റർ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റർ.
അതായത് ഡെറ്റർ തുല്യമായ ഡെബിറ്റിന് തുല്യമായ ക്രെഡിറ്റ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ശരിയാ, എ 1000 രൂപ കൊടുത്തു, ബി 1000 രൂപ വാങ്ങി, അപ്പം എമൗണ്ട് തുല്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അക്കൗണ്ട്സ് തയ്യാർ ചെയ്യുമ്പോൾ, അതായത് ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയൊക്കെ വരവ് ചിലവുകൾ നമ്മൾ എഴുതുമ്പോൾ അതിൽ നമ്മൾ പിന്നെ അതിന് പണത്തിൻ്റെ മൂല്യത്തിലാണ് എഴുതുന്നത്. അതായത് എത്ര രൂപ കയ്യിൽ കിട്ടി, എത്ര രൂപ കൊടുത്തു, എത്ര രൂപ കിട്ടി, എത്ര രൂപ ചിലവാക്കി എന്നുള്ളതാണ് എഴുതുന്നത്. അതിന് നമ്മൾ മോണിറ്ററി ആസ്പെക്റ്റ് എന്ന് പറയുന്നു. ഇനി ഇതിൽ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 2 കോഡുകൾ ഇതിനുമുണ്ട്, അതും മനസ്സിലാക്കിക്കോളുക. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു പ്രത്യേക കാര്യമുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടൻസി പുസ്തകം എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന കോഡുകളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതണം. അത് നിങ്ങളുടേതായ ഭാഷയിൽ വേണം അസൈൻമെൻറ്റുകൾ എഴുതാനായിട്ട്. കാരണം നിങ്ങൾക്ക് പിന്നീട് വായിച്ചാൽ മനസ്സിലാകണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇന്നത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. ഇനി അടുത്ത പാഠമായി വീണ്ടും കാണാം. ഓക്കെ.